സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പെൻഡിങ് നിർത്തിയ ഒരു ടോപ്പിക്കാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം കൈ സ്ക്വയർ എന്താണ് കൈ സ്ക്വയർ ടെസ്റ്റ്, അല്ലെങ്കിൽ എപ്പോഴാണ് കൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. അതായത് ഞാനിപ്പോൾ ഒരു പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ എടുത്തു, പക്ഷേ ആ സാമ്പിൾ എടുത്തേക്കുന്ന പോപ്പുലേഷൻ എന്ത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ടെസ്റ്റാണ് ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ കൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എന്താണത്, ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആണ്. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈസി ടു കാൽക്കുലേറ്റ്, വളരെ എളുപ്പമാണ് എന്ത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കൈ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് കൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ്. കൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടിയാണ്. അപ്പം ഇതിനകത്ത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, അതുപോലെ തന്നെ കൈ സ്ക്വയറിൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നത് സീറോയ്ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലാണ്. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഈക്വൽ ആവുകയാണെങ്കിൽ വാല്യൂ 0, വ്യത്യാസം വരുന്നതനുസരിച്ച് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പം കൈ സ്ക്വയർ ടെസ്റ്റ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കണ്ടുപിടിക്കാനാണ്. ഞാനിപ്പോൾ പറഞ്ഞതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള എന്താണ് ആ ഒരു ബന്ധം, ആ ഒരു എത്രയാണ് അവർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് കണ്ടുപിടിക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ടു ടെസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതായത് ആട്രിബ്യൂട്ട്സിന് ഓരോ സവിശേഷതകൾ അല്ലെങ്കിൽ ഒബ്സർവേഷനുകൾ തമ്മിലുള്ള അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഏതെങ്കിലും ഒരു ക്വാളിറ്റി അവർ തന്നു കഴിഞ്ഞാൽ, 2 ക്വാളിറ്റി തന്നു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഒരു ബന്ധം കണ്ടുപിടിക്കാനുള്ളത് പറ്റും. അതുപോലെ ഹോമോജിനിറ്റി ഓഫ് ദ ഡേറ്റ, ആ ഹോമോജിനിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടു ടെസ്റ്റ് ദ പോപ്പുലേഷൻ വേരിയൻസ്, ആ പോപ്പുലേഷൻ വേരിയൻസ് നമുക്ക് തരുന്ന ആ സാമ്പിളിൻ്റെ പോപ്പുലേഷൻ വേരിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യാൻ കുറച്ച് കണ്ടീഷനുകളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസീസ്, ടോട്ടൽ ഫ്രീക്വൻസി, അതായത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് മിനിമം 50 വലുതായിരിക്കണം. അതായത് 51 തൊട്ടെങ്കിലും ഉണ്ടായിരിക്കണം അതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരിക്കലും ലെസ് ദാൻ 5 ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫ്രീക്വൻസീസ് തന്നേക്കെയാണ് 11, 3, 7, 6 ഇങ്ങനെ തന്നേക്കെയാണ്. അപ്പോൾ ഇത് നോക്കി, ഇതിനകത്ത് ഏറ്റവും 5-ൽ താഴെയുള്ളത് 3 അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഫ്രീക്വൻസിയെ പൂൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒന്നുകിൽ തൊട്ട് മുന്നിലത്തെയോ അല്ലെങ്കിൽ തൊട്ട് പിന്നിലത്തെയോ ഫ്രീക്വൻസി ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ പുതിയ ഫ്രീക്വൻസി എഴുതണം. ഞാൻ ഇപ്പോൾ താഴത്തെ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. 11, 10, 6 എന്ന് വരും. ഇതെല്ലാം 5 കൂടുതലല്ലേ. ഈ രീതിയിൽ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെന്ന് പറയുന്നത് നമുക്ക് തരുന്ന ആ ഫ്രീക്വൻസീസ് ഒരിക്കലും പ്രപ്പോർഷനായിട്ടോ പെർസെൻറ്റേജ് ആയിട്ടോ തരാൻ പാടില്ല, ഡിജിറ്റ്സ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, തരണം. ഇതാണ് നമ്മുടെ കൈ സ്ക്വയറിൻ്റെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അസംഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രൊസീജിയർ നമ്മളിപ്പോൾ കുറേ തവണ കൊണ്ട് ഇത് തന്നെയാണ് കാണുന്നത്. H0 എഴുതണം, എന്താണ് ടെസ്റ്റ് ചെയ്യാൻ തന്നേക്കുന്നത്, അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എഴുതണം, നമ്മളെ ടെസ്റ്റ് അപ്ലൈ ചെയ്യണം, നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എഴുതണം. ഡിഗ്രി ഓഫ് ഫ്രീഡം N-R-1 ആണ്. R എന്ന് പറയുന്നത് N നമുക്കറിയാൻ തന്നേക്കുന്ന ഫ്രീക്വൻസീസിൻ്റെ എണ്ണമാണ്. R എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കുറേ പാരാമീറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് R എന്തുവെന്നായിരുന്നു. അപ്പോൾ R എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മീൻ അതുപോലെ തന്നെ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ലേ. അതേപോലെ നമ്മൾ തന്നേക്കുന്ന പ്രോബ്ലത്തിൽ എന്തെല്ലാമാണോ കമ്പ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ എണ്ണമാണെന്ന് R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. -1 ഇവിടെ. പിന്നെ അതുപോലെ ഈ പൂൾ ചെയ്യുമ്പോഴൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച പുതിയ ഡിഗ്രി നമ്പർ വേണം അവിടെ കൊടുത്താൽ. N-ന് നമ്മൾ ആദ്യം 4 എണ്ണം എഴുതി, 2 പൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 എണ്ണം ഉള്ളെങ്കിൽ 3 എണ്ണം കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അടുത്തത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ വാല്യൂ. നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്ത് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ടേബിൾ വാല്യൂ ആൽഫയും കണ്ടുപിടിക്കണം കേട്ടോ. അതുപോലെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യണം, കൈ സ്ക്വയർ ടെസ്റ്റ്
ഈ ഇക്വേഷനകത്തിട്ട് വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ദ ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇതാണ് ഇക്വേഷൻ. നേരത്തതുപോലെ ടേബിൾ വാല്യൂ വലുതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, ടേബിൾ വാല്യൂ ചെറുതാണെങ്കിൽ H0 റിജക്റ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം കൊണ്ട് കാണുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത്. ദെൻ അടുത്ത ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ഇതിൻ്റെ അടുത്ത ഒരു സെക്ഷൻ്റെ പ്രോബ്ലം ആയിട്ട് അങ്ങ് ചെയ്യിക്കാം. മറ്റേത് പ്യുവർ ആണ്. ഇനി ഇതിനകത്ത് തന്നെ ടെസ്റ്റിംഗ് ഓഫ് ഇൻഡിപെൻഡൻ്റ് ഓഫ് 2 ആട്രിബ്യൂട്ട്സ്, അതായത് നമ്മൾ 2 ഒബ്സർവേഷനുകൾ അവർ അതിൻ്റെ ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ H0 എഴുതണം, H1 എഴുതണം, chi² ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് R-1 ഇൻറ്റു C-1 ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് കോളം -1 ഇൻറ്റു നമ്പർ ഓഫ് റോ -1. കോളവും റോയുടെ എണ്ണം 1 കൊണ്ട് മൈനസ് ചെയ്യുക, 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഒബ്സർവ്ഡ് വാല്യൂ നേരത്തെ സെയിം ഇക്വേഷൻ തന്നെ, അക്സെപ്റ്റ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഇൻഡിപെൻഡൻസ് ഓഫ് 2 ആട്രിബ്യൂട്ട്സ് പറയുന്നതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കോൺജൻസി ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഒരു കാര്യത്തെ പഠിക്കാനായിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അതിനെ ക്ലാസിഫൈ ചെയ്യണം. ഇപ്പോൾ ഡ്രിങ്കിങ്, അതുപോലെ തന്നെ സ്മോക്കിങ്. എനിക്കിത് പഠിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വീണ്ടും ഇതിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, 2 ആക്കുന്നു. സ്മോക്കേഴ്സ്, നോൺ സ്മോക്കേഴ്സ്, ഡ്രിങ്കേഴ്സ്, നോൺ ഡ്രിങ്കേഴ്സ്. എന്നിട്ട് അതുപയോഗിച്ച് ഞാൻ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ കോൺജൻസി ടേബിൾ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ ഞാൻ 2 2 ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യുന്നു, 2 സവിശേഷതകൾ ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യുന്നു. അതിനെ ഞാൻ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ വരയ്ക്കുന്ന ടേബിളാണ് എന്തെന്ന് പറയുന്നത്, കോൺജൻസി ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ആ രീതിയിലായിരിക്കും പ്രോബ്ലംസ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കിയേ, സണ്ണിൻ്റെ ഐ കളറും ഫാദറിൻ്റെ ഐ കളറും തമ്മിലുള്ള ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. അതിനവരെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, സണ്ണും ഫാദറും എന്നുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് ഒരു സ്ഥലത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐയുടെ കളേഴ്സ് ലൈറ്റ് ആണോ നോട്ട് ലൈറ്റ് ആണോ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിനെ അവർ 2 ക്ലാസിഫൈ ചെയ്തു, കളറിനെയും അവർ 2 ക്ലാസിഫൈ ചെയ്തു. ഇനി അടുത്തത് അവർ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഇക്വേഷനകത്ത് ഒരു എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഉണ്ടായിരുന്നല്ലേ. ഈ ഇക്വേഷനകത്ത് ഒരു എക്സ്പെക്റ്റഡ് ഇയുടെ വാല്യൂ ഉണ്ട്. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ റോ ടോട്ടലും കോളം ടോട്ടലും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റോ ടോട്ടലും കോളം ടോട്ടലും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഗ്രാൻഡ് ടോട്ടലും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോഴിതാണ് ഇതിനകത്ത് നോക്കിയാൽ നമുക്കിവിടെ ഐ കളർ ടെസ്റ്റ് ചെയ്യാനാണ് തന്നേക്കുന്നത്. അപ്പോൾ H0 H1 എടുത്തു. ഇവർ ആൽഫ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് 0.05 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് കോളവും 2 റോയും 2. അപ്പോൾ 2 - 1 × 2 - 1 ദാറ്റ് ഈസ് 1 × 1 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടുന്നത്. chi² എന്ന് പറയുന്നത് 0 - e ദ ഹോൾ സ്ക്വയർ ബൈ ഇ ആണ്. അപ്പോൾ നമുക്ക് ഓ തന്നിട്ടുണ്ട്. ഓ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ് തന്നേക്കുന്നത്. ഈ വാല്യൂസ് 250, 148, 151, 171. ഇനി അതിൻ്റെയൊക്കെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ഇതാണ് തന്നേക്കുന്നത് ABCD. ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ എഴുതണം കോളം ടോട്ടൽ, ഇവിടെ റോ ടോട്ടൽ. ഈ 2 കോളം കൂടെ കൂട്ടി ഇവിടെ എഴുതണം A + C. ഇത് 2 കൂടെ കൂട്ടി ഇവിടെ എഴുതണം B + D. ഇനി അടുത്ത റോ ടോട്ടലിന് എങ്ങനെ എഴുതും, A + B C + D. മനസ്സിലായോ? ഇതേപോലെ എഴുതണം. എന്നിട്ട് ഇത് 2 കൂടെ കൂട്ടി ഇവിടെ എഴുതുക, അല്ലെങ്കിൽ ഇത് 2 കൂടെ കൂട്ടി ഇവിടെ എഴുതുക. ഇത് 2 കൂടെ കൂട്ടുന്നതും ഇത് 2 കൂടെ കൂട്ടുന്നതും സെയിം ആയിരിക്കും, അതിവിടെ വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ 250യുടെ കോളം ടോട്ടൽ കണ്ടുപിടിക്കണം. 250 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് അതിൻ്റെ റോ ടോട്ടൽ ഏതാണ്, 378. അതിൻ്റെ കോളം ടോട്ടൽ ഏതാണ്, 401. അത് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അതാണ് ഈ വാല്യൂ. അടുത്ത 148 എവിടെ കിടക്കുന്നത്, കിടക്കുന്നത് 148 ചെയ്യുമ്പം 148ൻ്റെ റോ ടോട്ടൽ
കോളം ടോട്ടൽ അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ 1000 ചെയ്യുക. അതാണ് ഈ വാല്യൂ. ഇങ്ങനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ദെൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഇവിടെ മൈനസ് ചെയ്യുക. ഈ കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. ആ സ്ക്വയറിന് ഓരോ വാല്യൂവിനെയും ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊടുക്കുക. കിട്ടിയോ? ഇതിൻ്റെ സമ്മാണ് ആരെന്ന് പറയുന്ന ആൾ? കൈ സ്ക്വയർ എന്ന് പറയുന്ന ആൾ. ഈ കിട്ടിയ ഓരോ വാല്യൂ ഈ കിട്ടിയ ഓരോ വാല്യൂവും കൂടെ കൂട്ടി ഇവിടെ കിട്ടുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ തന്നേക്കുന്നത്? സബ്മേഷൻ ഇട്ടല്ലേ തന്നേക്കുന്നതാണ്ട. ഇവിടെ ഇട്ടിട്ടില്ല, ഇവിടെ ഇട്ടോണേ. സബ്മേഷൻ O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കൈ സ്ക്വയർ കിട്ടി. ഇനി ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ നോക്കുക. ഇവിടെ ഞാൻ ആൽഫ തന്നിട്ടില്ല, അതുകൊണ്ട് ഞാനിവിടെ 0.5 എന്നാണ് എടുത്തത്. കൈ സ്ക്വയറിൻ്റെ ടേബിൾ ഒരു സെക്കൻഡ് കിട്ടിയത് 171 ആണ് നമുക്ക് കിട്ടിയത്. ഇനി ടേബിൾ വാല്യൂ നോക്കിക്കേ. ടേബിൾ വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. അതുപോലെ ഇവിടെ 0.05 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിന് വരുന്നത് 3.841 ആണ് വരുന്നത്. അപ്പോഴേ എങ്ങനെ വരും? 3.8 എന്ന് പറയുമ്പോൾ ചെറുതാണ്. ആൽഫ ചെറുതായാൽ, ടേബിൾ വാല്യൂ ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ H0 നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. H0 റിജക്റ്റ് ചെയ്യും. മനസ്സിലായോ? ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക കേട്ടോ.